ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ എന്ന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീന സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നേരം രാത്രിയായപ്പോഴേക്കും താൻ ആ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടതുപോലെ അലീനയ്ക്ക് തോന്നി. ആകെ ആശ്വാസം അവിടെയുള്ള നായ്ക്കൾ മാത്രമാണ്. അവൾ നടക്കുമ്പോൾ അവൾ മുട്ടിയൊരുമി നടക്കുമായിരുന്നു. അവൾ എവിടെയെങ്കിലും വന്നിരുന്നാൽ അവിടെ കാൽച്ചുവട്ടിൽ വന്നിരിക്കും. അത് മാത്രമായിരുന്നു അലീനയ്ക്ക് അവിടെയുള്ളൊരു നേരം പോക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൻ്റപ്പൻ വന്ന് അവറ്റകളെല്ലാം ആട്ടി തെളിച്ച് കൂട്ടിലാക്കി. അതിലൊരെണ്ണത്തിന് മാത്രം കാണാനില്ല. ആൻ്റപ്പൻ വീണ്ടും അലീനയുടെ മുറിയിലേക്ക് തന്നെ വന്നു. അവിടെ എങ്ങനെ ഉണ്ടോയെന്ന് അറിയാനായിട്ട്. ആൻ്റപ്പൻ പേര് ചൊല്ലി വിളിച്ചിട്ടും അതിൻ്റെ അനക്കമൊന്നും കേൾക്കാനില്ല. അപ്പോഴാണ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു തുമ്മൽ ശബ്ദം അലീന കേൾക്കുന്നത്. അലീന നോക്കിയപ്പോൾ അതിനകത്ത് പതുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ആള്. അങ്ങനെ അലീന പുറത്തേക്ക് വരെ ആംഗ്യം കാണിച്ചപ്പോൾ അത് ഓടി പുറത്തേക്ക് വന്നു. അതിൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് അലീന പറഞ്ഞു, മര്യാദയ്ക്ക് നിന്റെ സ്ഥലത്ത് പോയി കിടന്നു. എൻ്റെ അടുത്ത് നിന്റെ വിളച്ചിലൊന്നും വേണ്ട. പൊതുവെ ഗൗരവക്കാരനായ ഈ അൾസേഷ്യൻ നായ അലീനയുടെ അടുത്ത് വളരെ വിധേയനായി നിൽക്കുന്നത് കണ്ട് ആൻ്റപ്പൻ അതിശയായി. അയാൾ അലീനയോടായി ചോദിച്ചു, കുഞ്ഞിനെ ഈ നായ്ക്കളെ ഒന്നും പേടിയില്ലേ? ഇതിനെയൊക്കെ നല്ല പരിചയമുള്ള പോലെയാണല്ലോ കുഞ്ഞിൻ്റെ പെരുമാറ്റമൊക്കെ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഓ അതോ, അത് ഇവിടുത്തെ നായ മാത്രമല്ല, മറ്റെല്ലാ നായ്ക്കളും എൻ്റെ അടുത്ത് ഇങ്ങനെയാണ്. അപ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഓ പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇവറ്റകളെ ഇപ്പോഴും പേടിയാണ്. എപ്പോഴാ കടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പൻ ആ നായയെ വിളിച്ച് പുറത്തേക്ക് പോയി. നേരം പോവാത്തതുകൊണ്ട് തന്നെ അലീന എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവൾ സിറ്റൗട്ടിലെത്തി. എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. വീടിന് ചുറ്റും മതിലിലുമെല്ലാം ലൈറ്റുകൾ കത്തി നിൽക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് അലീന മനസ്സിൽ പറയാണ്, ഇതിൻ്റെ 4-1 ലൈറ്റുകൾ മതിയോ എല്ലായിടത്തും വെളിച്ചം കിട്ടാൻ? വെറുതെ കറണ്ട് ചിലവാക്കുക. ആ കറണ്ട് ചാർജിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ദിവസവും ഒരു 5 അനാഥ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കായിരുന്നു. ഇവിടെ എവിടെ നോക്കിയാലും ധാരാളിത്താ. അത് ലൈറ്റിൻ്റെ കാര്യമായാലും ഭക്ഷണത്തിൻ്റെ കാര്യമായാലും നശിപ്പിച്ച് കളയുന്നതിന് ഒരു കൈയും കണക്കുമില്ല. താനിവിടെ കുറച്ചു കാലം നിൽക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തുന്ന അലീന മനസ്സിലുറപ്പിച്ചു. പരിചയപ്പെട്ടിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂവെങ്കിലും സ്റ്റാൻലി ജോസഫിനെ അവൾ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന് തൻ്റെ പരമാധികാരത്തിൽ ആരെങ്കിലും കൈ കടത്തുന്നത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. എന്തായാലും എന്തുകൊണ്ടോ സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ അവളുടെ മനസ്സിൽ തെളിയുന്നത് പത്രത്തിലെന്നോ കണ്ടുമറന്ന സർദാം ഹുസൈൻ്റെ മുഖച്ഛായയാണ്. ഒപ്പം അത് തൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണോ എന്നുള്ള സംശയവും. കടപ്പാട്ടൂർ അച്ഛന് ഈ വിഷയത്തിൽ എന്തായാലും തെറ്റുപറ്റാൻ സാധ്യതയില്ല. വിശദമായി അന്വേഷിച്ചിട്ട് തന്നെയായിരിക്കും തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അങ്ങനെ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇടുന്നാഴിലൂടെ നടന്നു. അങ്ങനെ സ്റ്റാൻലി ജോസഫിൻ്റെ മുറിയുടെ മുന്നിലെത്തി. വീട് കാണിച്ചെന്ന കൂട്ടത്തിൽ ആൻ്റപ്പൻ കാണിച്ചു തന്നിരുന്നു സ്റ്റാൻലി ജോസഫിൻ്റെ മുറി ഏതാണെന്ന്. ഒരു നിമിഷം അവൾ അങ്ങ് സംശയിച്ചു നിന്നു. വാതിലൊന്ന് മുട്ടി വിളിക്കാം. ഇനി താൻ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ഭക്ഷണം ഉണ്ടാക്കുകയോ വിളമ്പോ എന്തെങ്കിലും ചെയ്യണോ? ഇനി ആരെങ്കിലും കാത്തിരിക്കണോ അതോ പോയി കിടന്നുറങ്ങണോ? എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം. സംശയം തീർക്കാൻ വേണ്ടി അലീന വാതിലൊന്ന് മുട്ടി. യെസ്, കമിൻ. അകത്തുനിന്ന് അനുമതി ലഭിച്ചതോടെ അലീന ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് വാതിൽ തുറന്നു. അകത്തേക്ക് നോക്കിയതും ഒരു നിമിഷം അവൾ അമ്പരന്ന് നിന്നുപോയി. സ്റ്റാൻലി ജോസഫ് സെറ്റിയിലിരിക്കുകയാണ്. ഇടത്തും വലത്തും 2 നായ്ക്കളുണ്ട്. മുമ്പിലുള്ള ടീപ്പോയിലാണെങ്കിൽ മദ്യക്കുപ്പികളും ഗ്ലാസും ഐസ് ക്യൂബ്സുമെല്ലാം. മദ്യപാനം തകൃതിയായി നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് അവൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മാത്രമല്ല മുറി നിറയെ സിഗരറ്റിൻ്റെ മണമാണ്. സ്റ്റാൻലി അവളെ കൈ കാട്ടി അകത്തേക്ക് വിളിച്ചു. 2 നിമിഷം ആലോചിച്ച ശേഷം അവൾ അകത്തേക്ക് വെച്ച കാൽ പുറത്തേക്കെടുത്തു. വാതിലടച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു. ഇത് കണ്ട് സ്റ്റാൻലി ജോസഫ് അവളെ പേരെടുത്ത് വിളിച്ചെങ്കിലും അവൾ നിന്നില്ല. അലീന അങ്ങനെ അവളുടെ മുറിയിലേക്ക് തിരിച്ചെത്തി. ഈ റിട്ടയേർഡ് കേണൽ ഒരു മുഴുക്കൊടിയനാണെന്ന് അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത്. ഇവിടുത്തെ അവളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അവളൊന്ന് സങ്കല്പിച്ചു നോക്കി. കുറച്ച് പരിചാരകർ, കുറേയധികം നായ്ക്കൾ, കുടിയനും പരിക്കനുമായ ഒരു എക്സ് മിലിറ്ററിക്കാരൻ, അവർക്കിടയിൽ ചിറകരിഞ്ഞു കളഞ്ഞ ഒരു പക്ഷിയെ പോലെ താനും. അതോർത്തപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. പെട്ടെന്നാണ് വാതിൽ മുട്ടുന്ന ശബ്ദം അവൾ കേട്ടത്. ഇതാരായിരിക്കും ഈ സമയത്ത്? അവൾ സംശയത്തോടെ പോയി വാതിൽ തുറന്നു. സ്റ്റാൻലി ജോസഫ് വാതിലിനപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ വിളിച്ചിട്ടും കേൾക്കാത്ത മട്ടിൽ പോന്നു അല്ലേ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് കുടിക്കുന്ന കണ്ടിട്ടാ ഞാൻ തിരിച്ചു പോന്നത്. ഇതിന് മറുപടി എന്നോണം സ്റ്റാൻലി പറയുന്നുണ്ട്. ആ, ഞാൻ അല്പം മദ്യപിക്കും. അതിന് പ്രത്യേകിച്ച് സമയപരിധിയൊന്നുമില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മദ്യപിക്കും. അതെനിക്കൊരു ശീലമായിപ്പോയി. ആർമിയിലായിരിക്കുമ്പോഴും ഞാൻ മദ്യപിക്കുമായിരുന്നു. അതൊരു മോശം പ്രവൃത്തിയായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മദ്യം. മധുരവും ഉപ്പും എരിവും പോലെ ഇതും എനിക്ക് പ്രധാനപ്പെട്ടതാ. അതും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് കയറി. അലീനയാണെങ്കിൽ വാതിലിനരികെ തന്നെ നിൽക്കുകയാണ്. അലീനോടായി സ്റ്റാൻലി ചോദിക്കുകയാണ്, ഈ വീടും ചുറ്റുപാടുകളൊക്കെ കണ്ടു തീർത്തോ? ആ, കണ്ടു. എങ്ങനെയുണ്ട് ഈ വീടും പരിസരമൊക്കെ? നിനക്ക് ഇഷ്ടപ്പെട്ടോ?
ഇല്ല എന്നായിരുന്നു അലീനയുടെ മറുപടി. അത് കേട്ട് സ്റ്റാൻലി അമ്പരപ്പോടെ അലീനയെ നോക്കി. ഇഷ്ടപ്പെട്ടില്ലെന്നോ? അതെന്താ അങ്ങനെ? അലീന ഒന്നും മിണ്ടാതെ തന്നെ നിന്നു. സ്റ്റാൻലി തുടർന്നു. ഇവിടെ നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. ആൻ്റപ്പൻ ഇവിടുത്തെ കാര്യസ്ഥനാ. പിന്നെ ഡ്രൈവർ ബൈജു, കുക്ക് പൗലോസ്, കുറച്ച് നായ്ക്കളും, പിന്നെ ഞാനും, ഇനി മുതൽ അലീനയും. അലീന അവരെയൊക്കെ പരിചയപ്പെട്ടോ? അതിന് മറുപടിയായി അലീന പറഞ്ഞു. ആൻ്റപ്പൻ ചേട്ടനെയും ബൈജു ഏട്ടനെയും പൗലോസ് ഏട്ടനെയും ഞാൻ പരിചയപ്പെട്ടു. ഇത് കേട്ട് അല്പം ഗൗരവത്തോടെ സ്റ്റാൻലി പറയുന്നുണ്ട്. അവരെ ചേട്ടാ എന്നൊന്നും വിളിച്ച് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേര് വിളിച്ചാൽ മതി. അവരിവിടുത്തെ സെർവൻസാണ്. ഞാനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. സെർവൻസിൻ്റെ നിലയ്ക്ക് തന്നെ നിർത്തണം. ഇത് കേട്ട് അലീന തുടർന്നു. ഞാനും ഒരു വീട്ടിൽ സെർവൻ്റായിരുന്നു. അവിടുത്തെ കുട്ടികൾ എന്നെ അലീന ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. അവരെന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതിന് മറുപടി എന്നോണം സ്റ്റാൻലി പറയുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രമേനോൻ എന്നോട് പറഞ്ഞത് അലീന അവിടെ സെർവൻ്റ് പോലെ ആയിരുന്നില്ല എന്നാണ്. അവരാരും നിനക്ക് അന്യരുമായിരുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. അത് കേട്ട് അലീന പറയുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും അവരെന്നേലും പ്രായത്തിന് മൂത്തതല്ലേ. പ്രായം കൂടിയവരെ ഞാൻ ബഹുമാനിക്കും. അത് വേലക്കാരായിരുന്നാലും പിച്ചക്കാരായിരുന്നാലും. എൻ്റെ ബ്രിജിത്തമ്മ ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്. പണത്തെ ഒട്ടും ബഹുമാനിക്കരുതെന്നും ബ്രിജിത്തമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി അത് കേട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. നീ ഇവിടെ സെർവൻ്റ് അല്ല, എൻ്റെ മകളാണ്. അതുകൊണ്ടാണ് ഞാനിത് നിന്നോട് പറഞ്ഞത്. ഇത് കേട്ട് കുറച്ച് ദേഷ്യത്തോടെ അലീന പറയുന്നുണ്ട്. എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ആരാണെന്ന്. കടപ്പാട്ടൂരെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. ഇവിടുത്തെ ജോലിക്കാർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. അറിയായിരുന്നെങ്കിൽ അവരെന്നോട് ചോദിക്കുമായിരുന്നില്ലല്ലോ. ഇത് കേട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. അവരെന്താ നിന്നോട് ചോദിച്ചത്? അപ്പം അലീന പറയുന്നുണ്ട്. ഞാൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു, ഈ വീടുമായി എന്താ ബന്ധം, അതൊക്കെയാണ് അവർക്കറിയേണ്ടത്. എനിക്കും വലിയ നിശ്ചയമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ജനിച്ച് ഒരു 23 വർഷക്കാലം ഞാൻ ഒരു അനാഥാലയത്തിലായിരുന്നെന്നും പിന്നീട് ഒരു വീട്ടുവേലക്കാരായി നിന്നിട്ടുണ്ടെന്നും ഞാൻ അവരോട് പറഞ്ഞു. അത് കേട്ടതും സ്റ്റാൻലിയുടെ മുഖത്ത് ഗൗരവം മുറുകി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അവർ നമ്മുടെ സർവൻസ് അല്ലേ, അവരോട് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ ഞാൻ പറയേണ്ടത്? എന്നോടാരും അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യം വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് യജമാനത്തെയായി അംഗീകരിക്കപ്പെട്ട അതിലൊരു അഭിമാനവും സന്തോഷവുമുണ്ട്. മറിച്ച് ആദ്യം തന്നെ യജമാനത്തെയായി പ്രഖ്യാപിച്ചിട്ട് പിന്നീട് വേലക്കാരിയായി തരം താഴ്ത്തപ്പെട്ടാലോ? പിന്നെ തലയുയർത്താൻ പറ്റുമോ എനിക്ക്? ഇത് കേട്ട് സ്റ്റാൻലിക്ക് ചിരി വന്നു. വെൽ അലീന, നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സ്റ്റാൻലിയുടെ മുഖത്തെ ഗൗരവം മാറി മുഖം ഒന്ന് തെളിയാൻ തുടങ്ങി. ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല നീ ആരാണെന്ന്. മനഃപൂർവ്വം പറയാത്തതാ. എനിക്ക് വേണ്ടത്ര സാവകാശം കിട്ടിയില്ല. ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ അതിനേക്കാൾ എത്രയോ സമയം വേണ്ടിവരും. അതൊക്കെ ഞാൻ ഇനി ഫേസ് ചെയ്യേണ്ട ധർമ്മസങ്കടങ്ങളാണ്. നീ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എനിവേ, നീ എൻ്റെ മകളാണ്, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനത് അംഗീകരിച്ചു കഴിഞ്ഞു. അത് കേട്ടതും അലീനയുടെ ഹൃദയത്തിൽ വലിയൊരു വേലിയേറ്റമുണ്ടായെങ്കിലും അവൾ അതിനെ പ്രതിരോധിച്ചു നിന്നു. സ്റ്റാൻലി തുടർന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പൊതുവെ സ്ത്രീകൾക്ക് മദ്യപാനികളോടും പുകവലിക്കാരോടും ഒരനിഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് രണ്ടും എൻ്റെ സ്വകാര്യ സുഖങ്ങളാണ്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. അതിൽ കൈ കടത്തരുതെന്നല്ലേ പറഞ്ഞു വരുന്നത്? അതിന് വളഞ്ഞു മുക്ക് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ. ഇത് കേട്ട് സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. സ്റ്റാൻലി ചിരിക്കുന്ന കേട്ട് ആൻ്റപ്പൻ ഓടി വന്നു. ആൻ്റപ്പനെ കണ്ടതും സ്റ്റാൻലി ചോദിച്ചു, എന്താടോ? ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആൻ്റപ്പൻ തിരിച്ചുപോയി. സ്റ്റാൻലി വീണ്ടും അലീനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്. നിനക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം ഞാൻ അലമാരയ്ക്കുള്ളിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാം. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. ആ, ഞാൻ കണ്ടു. ഒരു 10-25 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയേക്കും. അതിനകം ഞാൻ തടിച്ച് വീർത്തിരിക്കണം. ഇത് കേട്ട് സ്റ്റാൻലി പറഞ്ഞു. ഓ, അത് ശരി, അപ്പോൾ വലുപ്പക്കൂടുതലുണ്ടല്ലേ? അത് സാരമില്ല, ആൻ്റപ്പനോട് പറഞ്ഞാൽ മതി, അളവനുസരിച്ച് മാറ്റി വാങ്ങിക്കൊണ്ടു തരും. അലീന അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വാച്ച് നോക്കിക്കൊണ്ട് സ്റ്റാൻലി ജോസഫ് പറഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? സമയമായി, വന്നോളൂ. ഉത്തരവിട്ടതുപോലെ പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അലീന അല്പനിമിഷം അവിടെ തന്നെ നിന്നു. തുടർന്നുള്ള കഥാഭാഗങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്